ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ പോയി ഒരു ടൈഗർ പ്രോൺസ് കുറച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഗ്രില്ല് ചെയ്യണ വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോണത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഉള്ളി, പച്ചമുളക്, എന്താ പറയുക, ഇഞ്ചി, വെളുത്തുള്ളി, ഈ 4 ഐറ്റം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് മുന്നേ കാണിച്ചിരുന്നു സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് നോക്കാം. കാരണം നമ്മൾ അരച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതെല്ലാം ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ വിനീഗർ, അതായത് വിനാഗിരി, നമ്മുടെ ഭാഷയിൽ പറയുന്ന വിനാഗിരി, അത് ലേശം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ചെമ്മീൻ എന്താ പറയുക, ഫ്രൈ ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു കുറച്ച് പേര് ചെമ്മീൻ ഫ്രൈയുടെ കൂടെ എന്താ പറയുക, നാരങ്ങയുടെ ചെറിയ കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറിച്ച് പറയാണ്. കഴിഞ്ഞിടയ്ക്ക് എന്താ പറയുക, നമ്മളെ ചെമ്മീൻ കഴിച്ച ഒരാള് മരണമടയുണ്ടായി. അപ്പോൾ അന്ന് ന്യൂസിലൊക്കെ മെയിൻലി വന്നതെന്ന് വെച്ചാൽ, ചെമ്മീൻ്റെ കൂടെ നമ്മളെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ചെമ്മീനും എന്താ പറയുക, ഞണ്ട്, ഇതുപോലുള്ള അലർജിയുള്ള ആൾക്കാർക്ക് മരണം വരെ സംഭവിക്കാം നാരങ്ങ നീര് ഒഴിച്ചാൽ എന്ന് ഒരിത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. എന്നാലും ചെമ്മീൻ കഴിക്കാൻ അലർജിയുള്ള ആൾക്കാർ കഴിവതും നാരങ്ങ ഒഴിവാക്കണമായിരിക്കും നല്ലത്. കാരണം ഞാൻ ആ ന്യൂസിൽ കണ്ടതിൻ്റെ ഇതിൽ പറയാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ നാരങ്ങ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നമ്മളെ ടൈഗർ പ്രോൺസ് ഇതാണ്. അത് ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ക്ലീൻ ചെയ്യണ സമയത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല. അതായത് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് അതിൻ്റെ മസാല നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1, 2, 3, 4 ടൈഗർ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ള് നമുക്ക് അങ്ങോട്ട് മസാല അങ്ങോട്ട് പുരട്ടി നല്ല അടിപൊളിയായിട്ട് മസാല പുരട്ടി വയ്ക്കാം. ഓക്കെ, മസാലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് ഓവനിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യണേ. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ടുള്ളൂ. ടൈഗർ പ്രോൺസ് ഒക്കെ ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യണം. ഒരു പ്രാവശ്യം ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഓവനിൽ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ടൈഗർ പ്രോൺസ് ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം അല്ലേ. നന്നായെന്ന് പറയും, നന്നായില്ലെന്ന് തന്നെ പറയൂ കേട്ടോ. അപ്പം നമ്മളിതൊരു ട്രൈ ആണ്. ഇത് കുറച്ച് നേരം നമുക്ക് വെക്കാം. ഇതിൽ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കണ്ടേ അല്ലേ. അപ്പോൾ കുറച്ച് നേരം വെക്കാം. അതിനുശേഷം നമുക്ക് ഓവൻ്റെ ഫ്രീ ഹീറ്റൊക്കെ കൊടുത്ത് ചെറിയൊരു ട്രയൽ റൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ എൻ്റെ വീഡിയോയുടെ ഒപ്പം വേണം, ഇതിൻ്റെ അവസാനം വരെ ഉണ്ടാവണം. ഈ വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ശരി, നമ്മൾ വെക്കാനിരുന്ന ചെമ്മീൻ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 4 ഇറുക്കിൽ എടുത്തിട്ടുണ്ട്. 4 ടൈഗർ പ്രോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓവനിൽ ഈ ഇറുക്കിൽ വെച്ച എന്താ അവസ്ഥയെന്ന് അറിയാൻ പാടില്ല. ഇതിനകത്തുകൂടി നമുക്ക് ഈ ഇറുക്കിൽ ഒന്ന് കയറ്റി നോക്കാം. കയറുന്നുണ്ട് കേട്ടോ. ഓവനകത്തുകൂടി വെച്ചാൽ ഇത് കത്തിപ്പോവെന്ന് അറിയാൻ പാടില്ല. നമുക്കെന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അതാ അടുത്തത്. ഓക്കെ, ഫോണൊന്നും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് താഴെ പോയായിരുന്നു. വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഫോൺ പുതിയത് മേടിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമാണ്. എൻ്റെ ക്യാമറമാൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണ്, വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ തന്നെയാണ്. ഇപ്പം നമ്മൾ 4 ചെമ്മീനിലും ഈർക്കിൽ കയറ്റിയിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു, പക്ഷെ ഇപ്പം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈർക്കിലെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഓവനിലേക്ക് കയറ്റി വെക്കാം. അപ്പോൾ ഓവനിനകത്ത് എനിക്ക് തോന്നുന്നു, നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ ആ സംഭവങ്ങളൊക്കെ എടുക്കട്ടെ ഓവൻ്റെ. ഇത് നമ്മുടെ ഓവനിനകത്തെ പ്ലേറ്റ് ആണ്, അത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 2 ഇത് ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നതാണ്. ഇത് ചെമ്മീൻ ഗ്രില്ല് ചെയ്യാൻ പറ്റുമോ അല്ലെ മീൻ ഗ്രില്ല് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇതിലേക്കാണ് നമ്മുടെ ഈ പറയുന്ന ചെമ്മീൻ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഗ്യാപ്പിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടി അവിടെ ഇരുന്ന് എങ്ങാറായി പോയല്ല. അപ്പം ബാക്കിയുള്ള മസാല നമുക്കൊന്ന് ബോർഡറിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓവനിലേക്ക് വെക്കാം. നമ്മുടെ ഓവൻ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. ഓക്കെ, ഓവനിലേക്ക് വെക്കുവാണ്. അപ്പോൾ നമ്മൾ ഓവനിനകത്തേക്ക് നമ്മുടെ ടൈഗർ പ്രോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് മൈക്രോ ഗ്രില്ല് കോമ്പി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഓവനും ഗ്രില്ലും കൂടി ഉള്ളതാണ്. നമുക്ക് ആക്ച്വലി ഗ്രില്ല് മതിയായിരിക്കും എന്നാണ് തോന്നുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഗ്രില്ല് ഓപ്ഷൻ ഇട്ടിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു ട്രയൽ അടിച്ച് നോക്കാം, എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന LGD ആണ്. ഇതിൽ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ഗ്രിൽ ഓപ്ഷൻ ആണ്. ടൈം സെറ്റ് ചെയ്യുന്നത് 10 മിനിറ്റ് 10 സെക്കൻഡാണ് കിടക്കുന്നത്. സോറി, 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ 4 മിനിറ്റ് സെറ്റ് ചെയ്ത സാധനം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം, എന്തെങ്കിലും ആയോ എന്ന് നോക്കാം. ഗ്രില്ലാകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ സ്റ്റീലിന്റെ പാത്രം കൂടി ചൂട് പിടിക്കേണ്ടതാണ്. അതെ, അത്രയ്ക്ക് ചൂടായിട്ടില്ല. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ജസ്റ്റ്, അല്ല ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, ഇതും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിന്റെ പുറമേ ഒന്ന് പെരട്ടണേ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്, ഇത് ഓൺ റെസിപ്പിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെക്കാൻ വിട്ടുപോയി. നമുക്ക് അതും കൂടി ഇതിൻ്റെ പുറമെ ഇട്ട് വെക്കാം. ഓക്കെ, ഇതാണ് കറിവേപ്പില ഇരിക്കുന്നത്, അത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടിയാൽ വേറെ ലെവലായിരിക്കും. നോക്കാം എന്താവും എന്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെയും ഇതൊരു 4 മിനിറ്റിലായിരുന്നേ. 4 മിനിറ്റിൽ ആക്ച്വലി ഒന്നും ആയിട്ടില്ല. നമുക്കൊരു 10 മിനിറ്റ് ഇനി വെച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് മറിച്ച് വെക്കാം കേട്ടോ. ഓക്കെ,
ഗ്രില്ലിടാം, 10 മിനിറ്റ് ഇടാം, സ്റ്റാർട്ട് കൊടുക്കാം. നമ്മുടെ ഓവനകത്ത് ടൈഗർ പ്രോൺസ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടൈമേ 11:30 മണി രാത്രി. അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ല, വിശക്കണോണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലേലം വിളിക്കാൻ വേണ്ടി പോയ സമയത്ത് കൊഴുവയും നന്ദനും മേടിച്ചായിരുന്നു. അപ്പോൾ അത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഒരു സവാളയും കൂടി എടുത്തിട്ട് കണ്ടോ ഇതിങ്ങനെ അടിപൊളി. നമ്മുടെ ടൈഗർ പ്രോൺസ് റെഡി ആയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സവാളയും ഈ നന്ദനും നന്ദനും കൊഴുവയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടാ. നമ്മുടെ ടൈഗർ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്തുനിന്ന് കുറച്ച് ജ്യൂസ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നെയ്യും വെളിച്ചെണ്ണയും കൂടി ആ മിക്സ് കുറച്ചും കൂടി ഒന്ന് വരട്ടാം. ജസ്റ്റ് പൊട്ടുപാട് വീണിട്ടുണ്ട് അതില്. എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് തിരിച്ചു വെച്ച് ഫ്രൈ ചെയ്യാം. വൺ സൈഡ് ഇപ്പൊ ഫ്രൈ ആയിട്ടുണ്ടെന്നാ തോന്നണേ, കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഗ്രില്ലിന്റെ ചൂട് കൊണ്ടിട്ടേ 10 മിനിറ്റ് നമ്മൾ വെച്ചായിരുന്നല്ലോ. അപ്പൊ അടുത്ത മറ്റേ സൈഡ് വയ്ക്കുമ്പോഴും ഒരു 15 മിനിറ്റ് വെച്ച് നോക്കാം. ഓക്കെ, ഇനി മറിച്ച് വെച്ചിട്ട് നോക്കാം. ഏകദേശം നമ്മുടെ വൺ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. മറ്റേ സൈഡ് ഫ്രൈ ആകാനുണ്ട്. ഈ സൈഡും നമുക്ക് ഗ്രില്ലിട്ടുകൊണ്ട് നമുക്ക് ഈ സൈഡൊന്നും ഫ്രൈ ആയിട്ടില്ല. ഒരു സൈഡ് മാത്രമേ ഫ്രൈ ആവുള്ളൂ. ടോപ്പിൽ നല്ല ചൂട് വരുന്നേ. അപ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി ഒരു 15 മിനിറ്റ് ഇട്ടതിന് ശേഷം. അപ്പോൾ നമ്മുടെ ടൈഗർ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണ്ടോ നല്ല ശരിക്ക് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് കഴിച്ചു പോകാം. നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വലിയ പീസിൽ നിന്ന് എടുത്ത് കഴിച്ചു നോക്കാം. കണ്ടോ നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് കുറച്ച് ഒത്തിരി എരിവുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, വേറെ ലെവല്. ഗ്രില്ല് ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിപൊളിയാവുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല, വേറെ ലെവല്. പൊന്നോ, ഒരു പീസും കൂടി തിന്ന് കാണിച്ചുതരാം. ഞാനിപ്പോ തിന്ന് കാണിച്ച് ഒരു ഇത് ഫുള്ള് തീരാറായി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാത്തിനും. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ.